എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയവടിയിലേക്ക് സ്വാഗതം. അങ്ങനെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥികൾ കാത്തിരുന്ന 6ാം സെമസ്റ്റർ റെഗുലർ സപ്ലിമെന്ററി ഇംപ്രൂവ്മെന്റ് പരീക്ഷയുടെ തീയതികൾ സർവകലാശാല പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇക്കാര്യം വിദ്യാർത്ഥികൾ അറിയാതെ പോയിട്ട് നല്ല രീതിയിൽ പഠിച്ച് തന്നെ മുന്നേറിക്കൊള്ളുക. വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായി ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനമായ അറിയിപ്പിലേക്ക് തന്നെ കിടക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ ഡേറ്റ് ഇപ്പോൾ സർവകലാശാല അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ വിദ്യാർത്ഥികൾ അറിയാതെ പോകരുത്. പഠിച്ച് മുന്നേറിയില്ലെങ്കിൽ പണി കിട്ടുമെന്നുള്ള വിവരം വിദ്യാർത്ഥികൾ അറിയാതെ പോകുന്നത്. പ്രത്യേകിച്ച് 2019 അഡ്മിഷൻ വിദ്യാർത്ഥികൾക്കുള്ള അവസാന അവസരമാണിത്. 2019 അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് ഇനി റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് എക്സാം ഇനി എഴുതാൻ സാധിക്കില്ല. ഇത് അവസാന അവസരമാണ്. പിന്നീട് നിങ്ങൾക്ക് വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ സപ്ലിമെൻ്ററിയോ പരീക്ഷ മാത്രമേ എഴുതാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് ഡേറ്റ് നോക്കാം. മാർച്ച് മാസം, ഈ വരുന്ന മാർച്ച് മാസം 20-ാം തീയതിയാണ്. മാർച്ച് മാസം 20-ാം തീയതിയാണ് വിദ്യാർത്ഥികളുടെ പരീക്ഷ ആരംഭിക്കുന്നത്. മാർച്ച് മാസം 20-ാം തീയതിയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 6ാം സെമസ്റ്റർ റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് എക്സാമിനേഷൻ ആരംഭിക്കുന്നത്. 2019 മുതൽ 2022 വരെ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്കാണ് ഈ പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. 2019-നും 2022-നും ഇടയിൽ 2019-നും 2022-നും ഇടയിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്കാണ് ഇതിന് എഴുതാൻ സാധിക്കുക. അപ്പോൾ മാർച്ച് 20-ന് എന്ത് ചെയ്യും? നിങ്ങളുടെ പരീക്ഷകൾ ആരംഭിക്കും. മാർച്ച് 20-ന് പരീക്ഷകൾ ആരംഭിക്കുമെന്ന് സർവകലാശാല പരീക്ഷാ കൺട്രോളറുടെ കാര്യാലയത്തിൽ നിന്നും പരീക്ഷാ കൺട്രോളർ വ്യക്തമാക്കിയിട്ടുണ്ട്. മാർച്ച് മാസം 20-ാം തീയതി എക്സാം ആരംഭിക്കും. നിങ്ങളുടെ പരീക്ഷ 6ാം സെമസ്റ്റർ ബിരുദം റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ ആരംഭിക്കുന്നതാണ്. എനിക്ക് വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, ഇനി നിങ്ങൾക്ക് 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും കൂടി മാത്രമേ ബാക്കിയുള്ളൂ. ഈ കഴിഞ്ഞ 5 സെമ്മിലും ഇതുവരെയും സപ്ലി ഒന്നും ഇല്ലാതെ 6ാം സെം എഴുതാൻ പോകുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ 5 സെമ്മുകൾ നിങ്ങൾ പഠിച്ച അതേ ആവേശത്തോടും അതേ ആർജവത്തോടും കൂടി തന്നെ പഠിച്ച് മുന്നേറിക്കൊള്ളുക. കാരണം നിങ്ങൾക്ക് 6ാം സെമ്മിൽ സപ്ലി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടാൻ വൈകിപ്പോകും. കാരണം ഇപ്പോൾ ഈ 6ാം സെമ്മിൽ സപ്ലി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജൂനിയേഴ്സിനൊപ്പം മാത്രമാണ് എഴുതാൻ സാധിക്കുക. അങ്ങനെ വരുമ്പോൾ അടുത്ത വർഷം വരെ നിങ്ങൾ കാത്തിരിക്കേണ്ടി വരും. നിങ്ങൾക്ക് ഒരു വർഷം നഷ്ടമാകും. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പഠിച്ച് ഇത്തവണ തന്നെ നിങ്ങൾ എഴുതിയെടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഇത്തവണ നിങ്ങൾക്ക് 5 സെമ്മിൽ സപ്ലി ഇല്ലാതെ വന്നു, അല്ലെങ്കിൽ നിങ്ങൾ സപ്ലിമെൻ്ററി പരീക്ഷ എഴുതി നിങ്ങൾ സപ്ലിയൊക്കെ ക്ലിയർ ചെയ്ത് നിലവിൽ ഇപ്പോൾ ഒരു സപ്ലി പോലും ഇല്ലാതിരിക്കുന്ന വിദ്യാർത്ഥി എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ പഠിച്ച് 6ാം സെമ്മും കൂടെ ക്രാക്ക് ചെയ്യാൻ നോക്കുക. കാരണം നിങ്ങൾക്ക് ഈ 6ാം സെമ്മും കൂടെ കംപ്ലീറ്റ് ആക്കിയാൽ മാത്രമാണ് നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ കൈകളിൽ കിട്ടുകയുള്ളൂ. എന്തായാലും നിങ്ങൾ 3 വർഷം കോളേജിൽ പോയി, 3 വർഷം എന്തായാലും സ്പെൻഡാക്കി. അപ്പോൾ എന്തായാലും പോകുമ്പോൾ ഇറങ്ങി എന്തായാലും നിങ്ങൾ 3 വർഷം സ്പെൻഡാക്കി. എന്നാൽ നിങ്ങൾ കോളേജ് വിട്ട് ഈ വർഷം ഇറങ്ങാൻ പോവുകയാണ്. ഇറങ്ങിപ്പോകുമ്പോൾ ഒരു ഡിഗ്രി ജയിച്ച സർട്ടിഫിക്കറ്റുമായി പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തായാലും നിങ്ങൾ +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് വന്ന് അഡ്മിഷൻ എടുത്തു. ഇത് 3ാം വർഷമാണ്. നിങ്ങൾ ഈ വർഷം കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങാൻ പോവുകയാണ്. എന്തായാലും നിങ്ങളുടെ 3 വർഷം നിങ്ങൾക്ക് പോയി കിട്ടി. അപ്പോൾ ഒരു ജയിച്ച സർട്ടിഫിക്കറ്റ് കൊണ്ട് പോവുകയാണെങ്കിൽ ആ 3 വർഷം നിങ്ങൾ പോയതിനുള്ള എന്തുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ചോദിക്കും, നീ 3 വർഷം ഡിഗ്രിക്ക് പോയില്ല, അല്ലെങ്കിൽ നീ 3 വർഷം അവൾ 3 വർഷം ഡിഗ്രിക്ക് പോയില്ല, നിനക്ക് എന്ത് കിട്ടിയെന്ന്. അപ്പോൾ നിങ്ങൾക്ക് എടുത്തു കാണിക്കാൻ നിങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടാകും. അപ്പോൾ 3 വർഷം കൊണ്ട് നീ എന്ത് നേടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇന്ന വിഷയത്തിൽ ബിരുദം നേടി, 3 വർഷം ഞാൻ പോയെങ്കിൽ ഞാൻ ഇന്ന വിഷയത്തിൽ ബിരുദം നേടി എന്നൊരു അന്തസ്സായിട്ടുള്ള പേര് നിങ്ങൾക്ക് എടുത്തു പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പഠിച്ച് മുന്നേറുക. പരീക്ഷ മാർച്ച് മാസം 20-ാം തീയതി ആരംഭിക്കും. റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയാണ് ആരംഭിക്കുന്നത്. 2019-നും 2022-നും 2019-2022 അഡ്മിഷൻസിൻ്റെ പരീക്ഷയാണ് ആരംഭിക്കുന്നത്. തീർച്ചയായും വിദ്യാർത്ഥികൾക്ക് ഇത് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നല്ല രീതിയിൽ പഠിച്ച് മുന്നേറുക. ഇത്തവണ സപ്ലി വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജൂനിയേഴ്സിനൊപ്പം മാത്രമാണ് എഴുതാൻ സാധിക്കുക. നിങ്ങളുടെ ഒരു വർഷം നഷ്ടമാകും. തീർച്ചയായും പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും മൈ നെയിം ഈസ് കറിയ, the founder of Career for the Career Garden. Thanks for watching. Bye.